CCTV ഇല്ലാത്ത സ്ഥലത്തെത്തിച്ചും തന്നെ പോലീസ് പുതിരെ തല്ലിയെന്ന് സുജിത്ത് ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ചു. ദൃശ്യങ്ങൾ ലഭിക്കാതിരിക്കാൻ പോലീസ് പലതരത്തിലും ശ്രമിച്ചു. കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം ഉണ്ടായെന്നും VS സുജിത്ത് പറഞ്ഞു. 2023 ഏപ്രിൽ മാസം 5-ാം തീയതിയാണ് എന്റെ നാട്ടില് എന്റെ കൂട്ടുകാര് രാത്രിയാകുമ്പോ ഒരു പൂരം ഉത്സവം കഴിഞ്ഞ എന്റെ വിഷ്വൽസ് കാണുന്നതിന്റെ ഭാഗമായിട്ട് അവിടെ കൂടിയിട്ടുണ്ടായിരുന്നു. SI നുഹ്മാൻ, ഷുഹൈർ, ഡ്രൈവർ രണ്ടുപേര് വന്നിട്ട് അവരായിട്ട് വാക്കുകാർക്കുണ്ടാവാനുള്ള കാരണം ചോദിച്ചപ്പോ എന്നെ നീ ആരാ ചോദിക്കാൻ പറഞ്ഞിട്ട് എന്റെ ഷർട്ട് പിടിച്ച് വലിച്ചിട്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാണ് ചെയ്തത്. ജീപ്പിന്റെ ബാഗിലിട്ടുണ്ടായിരുന്നു. അപ്പോ ബാക്ക് ഡോർ തുറന്നിട്ട് സജീവൻ സാറ് തലയ്ക്ക് അടിക്കുകയാണ് ഉണ്ടായത്. അവിടുന്ന് നേരെ സ്റ്റേഷനിലേക്ക് വന്ന് കയറി ലാത്തി എടുത്തിട്ട് സന്ദീപ് സാറ് ഇവരെല്ലാവരും കൂടി തന്നെ സ്റ്റേഷന്റെ മേലേക്ക് കൊണ്ടുപോയി. സന്ദീപ് എന്നുള്ള അവിടുത്തെ കോൺസ്റ്റബിൾ ഉണ്ട്, ആളും പിന്നെ സജീവൻ, പിന്നെ ഈ ശശിധരൻ, SI ആയിരുന്ന നുഹ്മാൻ, സുഹൈർ, ഒരു 5 പേരും കൂടിയിട്ടാണ് എന്നെ നല്ല ക്രൂരമായിട്ട് മർദ്ദിപ്പിച്ചത്. തെറിയും പറയുന്നുണ്ട്, നല്ലപോലെ തെറിയ പറയുന്നുണ്ട്. ഞാൻ മദ്യപിച്ചിട്ട് അവരെ വാക്കുകാർക്ക് ഉണ്ടായിരുന്നാണ് അവർ പറയുന്നത്. ലിഷോയിന്റെ വിവരങ്ങളുമായി. ലിഷോയ്, ഇപ്പോൾ പോലീസ് പറയുന്ന പ്രതികരണം എന്നത് അവർക്കെതിരെ പോലീസിന്റെ വകുപ്പ് തല നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്, മറ്റു നടപടികൾ മുന്നോട്ട് പോകുന്നു എന്നതാണ്. ഇപ്പോൾ കോൺഗ്രസ് ആവശ്യപ്പെടുന്നവരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നടക്കം ആവശ്യപ്പെടുന്നു. സുജിത്ത് കൂടുതൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ്. എന്താണ് ഈ കേസിന്റെ ഇനിയുള്ളൊരു ഭാവി? ഇത് വിധത്തിലുള്ള ഇടപെടലുകൾക്ക് സാധ്യതയുണ്ട്. നിയമപരമായി എങ്ങനെ മുന്നോട്ട് പോകും? ഈ കേസിൽ ഇപ്പോൾ ഈ കോടതി തന്നെ ഈ കേസ് പോലീസുകാർക്കെതിരെ കേസെടുത്തിരിക്കുകയാണ്. ഇതിൻ്റെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയാണെങ്കിൽ കോടതിയുടെ പരിഗണനയിലുള്ള ഈ ഒരു കേസ് അതിൽ ഈ പോലീസുകാർക്ക് എന്ത് ശിക്ഷയാണ് ലഭിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളുമായി ശുചിത്വം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ വിഷയത്തിൽ 4 പോലീസുകാരാണ് നിലവിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. SI ഉൾപ്പെടെ അന്നത്തെ കുന്നംകുളം SI ആയിരുന്ന നുഹ്മാൻ ഉൾപ്പെടെ ഉള്ള 4 പോലീസുകാർ. അതിനോടൊപ്പം തന്നെ ഈ സർവീസിൽ നിന്ന് അന്ന് 5 പേരാണ് ഉണ്ടായിരുന്നത്. ഒരാൾ സർവീസിൽ നിന്ന് പിന്നീട് ഈ ഡിപ്പാർട്ട്മെൻറ്റ് മാറി ഇപ്പോൾ വില്ലേജ് ഓഫീസറായി ജോലി ചെയ്തു വരികയാണ്. അയാൾ ഉൾപ്പെടെ 5 പേരാണ് നിലവിൽ ഉള്ളത്. ഇവർക്കെതിരെയെല്ലാം തന്നെ ഇവരുടെ ഈ വകുപ്പ് തലത്തിലുള്ള നടപടികളല്ല, ഇവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്ന ഒരാവശ്യമാണ് കോൺഗ്രസ് ആയാലും അതിനോടൊപ്പം തന്നെ ഈ പരാതിക്കാരനായാലും ആവശ്യപ്പെടുന്നത്. മാത്രമല്ല ഈ ഇത്തരത്തിൽ തല്ലിച്ചതച്ച ആ ഒരു സംഭവത്തിൽ കൃത്യമായ ഏതൊക്കെ നടപടികൾ എടുക്കാൻ കഴിയുമോ അതൊക്കെ തന്നെ ഇവർക്ക് കുറ്റക്കാർക്ക് ശിക്ഷ വാങ്ങി നൽകുമെന്നുള്ള ഒരു ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ പരാതിക്കാരൻ ഉള്ളത്, സുജിത്ത് ഉള്ളത്. എന്തായാലും മദ്യപിച്ചു എന്ന കള്ളക്കേസ് എടുക്കുകയും അതിനോടൊപ്പം തന്നെ ഈ പോലീസുകാരെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നുൾപ്പെടെയുള്ള വ്യാജ ആരോപണങ്ങൾ ഉന്നയിച്ച് വ്യാജ FIR ഇട്ട് ആ FIR പക്ഷേ കോടതിയിലെത്തിയപ്പോൾ പൊളിയുകയാണ് ഉണ്ടായത്. വൈദ്യപരിശോധനയിൽ ഈ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്ന് കൃത്യമായി തെളിഞ്ഞതോടുകൂടിയാണ് പോലീസിന് തിരിച്ചടിയായി തുടങ്ങിയത്. അവിടെ നിന്ന് അങ്ങോട്ട് പോലീസിന് തിരിച്ചടിയായിരുന്നു. പക്ഷേ ഈ 2023 മുതൽ ഈ സമയം വരെ, ഇന്നലെ വൈകുന്നേരം വരേക്കും ഈ CCTV ദൃശ്യങ്ങൾ നൽകാനായി പോലീസ് തയ്യാറായിരുന്നില്ല. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി ഒടുവിൽ കോടതിയെ സമീപിച്ച് കോടതിയിൽ നിന്നുള്ള ഉത്തരവ് പ്രകാരമാണ് ഇത്തരത്തിൽ ഈ CCTV ദൃശ്യം സുജിത്തിന് ലഭ്യമായത്. അങ്ങനെയാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ 2 ആഴ്ച മുൻപാണ് ഈ പോലീസുകാർക്കെതിരെ കേസെടുത്തുകൊണ്ട് കോടതി ഉത്തരവായത്. എന്തായാലും ഇപ്പോൾ സുജിത്തിന് അനുകൂലമായ കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി കുറ്റക്കാർക്ക് നടപടി വാങ്ങിക്കൊടുക്കുമെന്ന് തന്നെയാണ്, ഈ ശിക്ഷ വാങ്ങിക്കൊടുക്കുമെന്ന് തന്നെയാണ് സുജിത്ത് പറയുന്നത്.